ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അടിപൊളി മഴയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആടി തിമിർക്കുകയായിരുന്നു മഴ. ഈ തെങ്ങൊക്കെ ആടി, ഞാൻ വിചാരിച്ചു തെങ്ങൊക്കെ തലയിൽ വന്ന് വീഴുമായിരിക്കും, അതുപോലത്തെ ഉള്ള മഴയായിരുന്നു. പിന്നെ ജനലും വാതിലും ഒക്കെ ആടി തിമിർക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയും കൂടെ പെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങി പോയിട്ട് മഴയൊക്കെ കണ്ട് ആസ്വദിക്കാൻ തോന്നി. ഇങ്ങനെ ഒരു പാടമൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നി. അങ്ങനെ ഒരു പ്ലാൻ തോന്നിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് അങ്ങനെ പുറത്ത് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ എത്തി. ഒരു പാടമൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചെത്തി. ഞങ്ങളെ അന്ന് നിങ്ങളെ കടൽ കാണിക്കാന്ന് പറഞ്ഞ് പറ്റിച്ച പാടമാണ് ഇത്. അപ്പം അവിടെ എത്തി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ എത്തിയപ്പം ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. എപ്പോഴും എൻ്റെ പ്ലാൻ പൊളിയുന്ന പോലെ തന്നെ അതും പൊളിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല മഴയായിരിക്കുമെന്ന്. പിന്നെ കുറച്ച് ഫീൽ അടിച്ചിരിക്കാന്നൊക്കെ വിചാരിച്ചതാ. ആർക്ക് പെയ്തു, ആരാർക്ക് വേണ്ടി പെയ്തു എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ, അതൊക്കെ വെച്ചിങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ ഇതൊക്കെ കണക്കൂട്ടിയായിരുന്നു വന്നിരുന്നത്. എങ്കിലും സാരല്ല, നല്ല വൈബായിരുന്നു. മഴയൊക്കെ ഒന്ന് തോർന്നതിൻ്റെ ഒരു വൈബ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ തോണിയൊക്കെ തുഴഞ്ഞിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് തുഴയാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവരുടെ ഒപ്പം കയറണം എന്നുണ്ടായിരുന്നു ഈ തോണിയിൽ. പക്ഷെ അവരത്ര എക്സ്പേർട്ട് അല്ല ഇതിൻ്റെ അകത്ത്. ഇനി എങ്ങാനും പോയിട്ട് നടുവിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ എനിക്ക് നീന്താൻ പോലും അറിയത്തില്ല, അതുകൊണ്ട് കയറിയില്ല. പിന്നെ എന്തായാലും ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അടിപൊളി വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹംസാസിലാട്ടോ പോയത്. ഫുഡ് കഴിക്കാൻ എൻ്റെ മിക്ക വീഡിയോകളിലും കണ്ടിട്ടുണ്ടായിരിക്കും ഹംസാസിലെ ഫുഡ് കഴിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ നെയ്ച്ചോറും ബീഫ് കറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കഴിച്ചു വന്ന് തിരിച്ചു വന്ന് ഹോസ്റ്റലെത്തി. ഹോസ്റ്റലിൽ വന്നെത്തിയപ്പോൾ പിന്നെയും മഴ തുടങ്ങി കേട്ടോ. എൻ്റെ ഒരു ഭാഗ്യമേ. അതങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നു. പിന്നെ എനിക്ക് തോണി ഉണ്ടാക്കി ഒഴുക്കി വിട്ടാലോ എന്ന് തോന്നി. എന്നെ കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ. അങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് തോണിയൊക്കെ ഉണ്ടാക്കി പോയി ടെറസിൽ പോയിട്ട് തോണിയൊക്കെ ഒഴുക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ പോയി. ഇത് സത്യത്തിൽ വിശന്നിട്ടൊന്നും അല്ല കേട്ടോ ഈ ചായ കുടിക്കണം. ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ചായ എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് ഫീലിങ്സ് ആണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു വന്നു. ഒരാവശ്യമില്ലെങ്കിലും ഞാനിവിടെ പോവാറുണ്ട്. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിലും കയറിയിട്ട് യോഗട്ടും ചിപ്സൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിട്ട് റൂമിലെത്തി. പിന്നെ ഒരു സിനിമ കാണാമെന്നൊക്കെ വിചാരിച്ച് ഈ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. അപ്പം മഴയാണ്, എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഇറ്റ്സ് മീ അഖില ലേഖ. ലവ് യു ഗൈസ്. ബൈ ബൈ.